സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഷെഫ് പിള്ള സാറിൻ്റെ നേന്ത്രപ്പഴവും ചക്കയും കുതപ്പിച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷെഫ് പിള്ള സാറിനെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഞാനും ഷെഫ് പിള്ള സാറിൻ്റെ വലിയൊരു ഫാനാണ്. എന്തെങ്കിലും ഒരു ദിവസം കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഷെഫ് പിള്ള സാർ. അപ്പോൾ ആ ഷെഫ് പിള്ള സാറിൻ്റെ നേന്ത്രപ്പഴവും ചക്കയും കുതിപ്പിച്ച വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായും വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വാ. ഇതിലേക്ക് ആവശ്യമായി വരുന്നത് പഴുത്ത ചക്കയും നേന്ത്രപ്പഴവും കഷ്ണങ്ങളാക്കിയത്, തേങ്ങാപ്പാൽ, അരിപ്പൊടി, ബട്ടർ, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഏലക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ചക്കയും നേന്ത്രപ്പഴവും കുതപ്പിച്ചതിന് വേണ്ടി ആവശ്യമായി വരുന്നത്. ഇനി എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തതിനു ശേഷം ഫ്രൈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫ്രൈ പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ബട്ടർ ചേർക്കുക. ബട്ടർ നല്ലതായ രീതിയിൽ മെൽട്ടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് ചക്കയാണ് ചേർക്കേണ്ടത്. ചക്ക ചേർത്ത് ബട്ടറും ചക്കയും നല്ലതായ രീതിയിൽ ഇളക്കുക. ഏകദേശം 2-3 മിനിറ്റ് സമയം അതേ രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്. ചക്കയും നേന്ത്രപ്പഴവും നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ പാനിൻ്റെ ഒരു സൈഡിലായി വെക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ബട്ടർ ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് പഞ്ചസാര മെൽട്ടാവാൻ വെക്കുക. കാരമൽ വൈസിൽ മെൽട്ടാവാൻ വെക്കുക. പഞ്ചസാര മെൽട്ടായി വരുന്ന സമയത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് പൊടിച്ചു വച്ച ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിലേക്ക് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കുക. നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമ്മളുടെ ചക്കയും നേന്ത്രപ്പഴവും കുതപ്പിച്ചത് ഇവിടെ റെഡിയായിരിക്കുന്നു. ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെ അപ്പത്തിൻ്റെയൊക്കെയോ ഇടിയപ്പത്തിൻ്റെയൊക്കെയോ നല്ല കോമ്പിനേഷനായിരിക്കും കഴിക്കാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപാര കോമ്പിനേഷനാണ്. ഞാൻ ഇടിയപ്പാന്ന് എടുത്തിട്ടുള്ള ഇടിയപ്പവും ഇതും അപാര കോമ്പിനേഷൻ തന്നെയാണ്. മസ്റ്റായും ഒരു തവണയെങ്കിലും
നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഷെഫ് ഇള സാറിൻ്റെ ഒരു പ്രത്യേക റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.